UPSC എക്സാം പാടാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മിനിമം വിവരം വേണം. അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നുന്നത് ഭയങ്കര എളുപ്പമാണ്. സ്ട്രാറ്റജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഇന്ന് നിങ്ങൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി നാളെ ചിലപ്പോൾ വർക്കാകണമെന്നില്ല. അതുകൊണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ സ്ട്രാറ്റജി എടുത്ത് കളഞ്ഞിട്ട് മറ്റൊരു സ്ട്രാറ്റജി ആക്കാനും പാടില്ല. നിങ്ങളൊരു പ്രിപ്പറേഷൻ്റെ സ്റ്റേജിലോട്ട് നിങ്ങൾ എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഉണ്ട്. നോ മാറ്റർ വാട്ട്, സ്റ്റിക്ക് ഓൺ ഇറ്റ്. ആ സ്ട്രാറ്റജി നിങ്ങളൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം അതെല്ലാം ചെയ്ത് നോക്ക്. ചെയ്ത് നോക്കിയിട്ട് അത് ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിന് ശേഷം അതിനെ മാറ്റിയാൽ മതി. പുതിയൊരു സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് അത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്ക് നിങ്ങളൊരു കുറച്ച് സമയമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് ഞാൻ ഈ ചെയ്യുന്ന ശരിയാണോ, ഈ ചെയ്യുന്ന എന്തെങ്കിലും കാര്യം കുറച്ച് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുമോ, ഇതിന് മറ്റെന്തെങ്കിലും വഴികളുണ്ടോ എന്ന് നിങ്ങളൊന്ന് സ്വയം ഇരുന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ബി ഹാബിറ്റഡ്. പിന്നെ എനിക്ക് മനസ്സിലായത് ഇപ്പം ഞാൻ ആരാണ്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇതൊന്നും UPSCക്ക് പ്രശ്നമല്ല. അവരുടെ മുമ്പിൽ ഇതൊന്നും എത്തുന്നില്ല. അവർക്ക് എന്നെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം ആൻസർ ഷീറ്റാണ്. ആ ആൻസർ ഷീറ്റിൽ ഒരു പ്രിസ്ക്രൈബ്ഡ് കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നോ മാറ്റർ വാട്ട് ഞാൻ പാസ്സാവും.